ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് എൻ്റെ ഡേ ഓഫാണ്. ഡേ ഓഫ് മീൻസ് ഇന്ന് എൻ്റെ ലീവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാറില്ല. അപ്പോൾ ഇന്ന് നേപ്പാളി ഞാനും ലീവാണ്. ഓക്കെ, എൻ്റെ ഫ്രണ്ട് നേപ്പാളി ഞാൻ പരിചയപ്പെടുത്തിയില്ല ഒരു വീഡിയോയിൽ. അപ്പോൾ അവന് ഞാനിന്ന് ലീവാണ്. അപ്പോൾ അവന്ന് രാവിലെ ഇവിടെ ഒരു 7 മണി ആയി കാണും. ഓക്കെ, അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ മുഖമെല്ലാം കഴുകി ഒന്ന് ഫ്രഷായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് ദൂരമുള്ളൂ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. സ്റ്റാഫ് കഫ്റ്റീരിയയിലോട്ട് 5 മിനിറ്റ് ദൂരമുള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ കമ്പനി ആ ഒരു ബിൽഡിങ് കാര്യങ്ങളെല്ലാം, കമ്പനി ഇപ്പോൾ ഓപ്പൺ അല്ല, ഒരു 12 മണിക്കാണ് ഓപ്പൺ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് പുറത്ത് ഒരു വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത്ര ചൂടില്ല. ഇപ്പോൾ ചൂട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുവൈത്തിൽ ഇനിയിപ്പോൾ തണുപ്പ് സീസൺ സ്റ്റാർട്ടിംഗ് ആണ്, വരാൻ പോകുന്നുള്ളൂ. വെയിലുണ്ടെങ്കിലും അത്ര ചൂടില്ലാത്ത വെയിലാണ്. ഈ ഒരു കാണുന്ന ബിൽഡിങ്ങാണ് ഞങ്ങളുടെ വർക്ക് പ്ലേസ് വരുന്നത്. ഓക്കെ, ഒരു 15 നില കെട്ടിടമാണ്. ഒരു ചെറിയൊരു മാളാണ്, പക്ഷേ അത്ര ഡെവലപ്പായിട്ട് വരുന്നില്ല. ആളുകളൊക്കെ തുടങ്ങുന്നുള്ളൂ. ഓക്കെ, ഗാദറിംഗ് മാൾ എന്നാണ് പേര് വരുന്നത്. അത്ര ഫേമസ് ആയിട്ടില്ല, നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ഹൈറാൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി ബോർഡറിനോട് ചേർന്നിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് ഹൈറാൻ എന്ന് പറഞ്ഞ ഈ സ്ഥലം. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുവൈത്തികളൊക്കെ ഒരു ബീച്ച് സൈഡുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവരുടെ വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. ആ സമയത്താണ് ഇവിടെ നല്ല തിരക്ക് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് പ്ലേസ് വരുന്നത്. ഒരു ബിസിനസ് ക്ലാസ് ഹോട്ടലാണ്. അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് നമുക്ക് ഉള്ളിലോട്ട് പോവാം. ഓപ്പൺ ചെയ്ത് ഉള്ളിലോട്ട് പോയി ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലാണ് റെസ്റ്റോറൻറ്റ്സ്, പിന്നെ അതുപോലെ മുകളിൽ സ്പായൊക്കെ ഉണ്ട്, ലേഡീസ് സ്പായുണ്ട്. അങ്ങനെ പുറത്തോട്ട് പോയി ഈ ഒരു സൈഡിലൂടെയാണ് നമ്മൾ ബേസ്മെൻറ്റ് കിച്ചണിലോട്ട് പോകുന്നത്. ബേസ്മെൻറ്റിലാണ് നമ്മുടെ കഫ്റ്റീരിയ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളറൊക്കെ കാണുന്നത് ഫ്രഷ് പുല്ലൊന്നുമല്ല, ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പുല്ല് വെച്ച് പിടിച്ച് കണ്ടാൽ ഫ്രഷ് പോലെ ഇരിക്കും. കാരണം ഇവിടുത്തെ ഈ ചൂടത്ത് ഫ്രഷ് പുല്ലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. ആ കാണുന്നതൊക്കെ ഫ്രഷ് പുല്ലല്ല, അതെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലുകളാണ്. ഓക്കെ, ആ മരങ്ങളെല്ലാം ഫ്രഷാണ്. ഓക്കെ, ഇനി നമ്മൾ ബേസ്മെൻറ്റ് കിച്ചണിലോട്ട് പോവുകയാണ്. ബേസ്മെൻറ്റ് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ താഴെ ആണ് നമ്മുടെ ഒരു സ്റ്റാഫ് കഫ്റ്റീരിയ ആയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയി കാണും ഇപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട്. അങ്ങനെ അടുത്ത ഡോറ് തുറന്ന് നമ്മുടെ കഫ്റ്റീരിയയിലോട്ട് എത്തി. അതിങ്ങനെ വെള്ളം കുടിക്കാനും അങ്ങനെ ചെറിയൊരു പിക്ചറും കാര്യങ്ങളൊക്കെ കൊടുത്ത് ജസ്റ്റ് ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാഫെല്ലാം ഇവിടെ വന്ന് ഫുഡ് റെഡി ആയിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നേപ്പാളി ആദ്യം വന്നിരുന്ന് ഒരു ചായയൊക്കെ ഇട്ട് അത് കുടിച്ചിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അവനാണ് എന്നെ വിളിച്ചത്. സാധാരണ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് വരാറില്ല, സാധാരണ ഈ സമയത്ത് കിടന്നുറങ്ങാറാണ് പതിവ്. പിന്നെ ഒരു 11 മണി പോകുന്ന സമയത്തൊക്കെയാണ് നമ്മൾ വല്ല ദോശ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് അങ്ങനെ ഡ്യൂട്ടിക്ക് പോകാറാണ്. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ഇവനൊരു കെനിയക്കാരനാണ്, മോസസ് എന്നാണ് ഇവൻ്റെ പേര്. അപ്പോൾ ഇവനാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാഫിനുള്ള ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. അത്ര വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിഭവമാണ്. ഞങ്ങൾക്ക് ഇതെല്ലാം ഡെയിലി കാണുന്നതുകൊണ്ട് നമുക്ക് അതത്ര ഇതായി തോന്നുന്നില്ല. ആ ഒരു ലേഡി സ്റ്റാഫ് വരുന്നത്, അതും അവളൊരു ഷെഫാണ്. അവൾ കെനിയ, ഇവനും അവളെല്ലാം കെനിയാണ്. ആ ഇരിക്കുന്ന ആളുകളെല്ലാം കെനിയൻ രാജ്യക്കാരാണ്. ഓക്കെ, അവരവരുടേതായ ഭാഷയിൽ എന്തൊക്കെയാണ് പറയുന്നുണ്ട്. അവർ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. നമുക്ക് വേണമെങ്കിൽ അവർക്ക് ഇംഗ്ലീഷിൽ ഇത് മലയാളിയാണ്, കണ്ണൂർക്കാരനാണ്, അരുൺ എന്നാണ് പേര്. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. ബ്രെഡ് ഉണ്ട്, പിന്നെ അതുപോലെ പൊറോട്ട ഉണ്ട്, പിന്നെ അതുപോലെ ബർഗർ ബണ്ണുണ്ട്. ഇത് ബട്ടറാണ്. പിന്നെ അവിടെ ഫ്രൂട്ട്സ് എല്ലാം കാണാൻ പറ്റും. അത് സ്പോയിലാകാൻ പോകുന്ന ഫ്രൂട്ട്സ് എല്ലാം അവിടെ കൊടുന്ന് സ്പോയിലല്ല, പക്ഷേ സാധനം നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത്. പിന്നെ ഇത് സോസേജാണ്, ചിക്കൻ സോസേജ് വെച്ച് എന്തോ ഗ്രേവി എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. സോസേജ് നമുക്ക് ഇത് കഴിക്കാം, ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. നാട്ടിലൊക്കെ കിട്ടും സോസേജ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പഴം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പിയർ എന്ന് പറഞ്ഞൊരു എടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.